മതമാണ് പ്രശ്നം. കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ നിങ്ങൾക്ക് എന്ത് യോഗ്യത? നിങ്ങൾ ആവശ്യം മുളച്ച ചില തകരകൾക്ക് പി പരമേശ്വരൻ അറിയത്തില്ലായിരിക്കും. പക്ഷേ ഇതൊക്കെ പറയുമ്പോ ആ രമേശ് ചെന്നിത്തലയും മറ്റു നേതാക്കന്മാരും ഉമ്മൻചാണ്ടി ജീവനോടെ ഇല്ല, അദ്ദേഹവും എന്താണ് പരമേശ്വരജി മരിച്ചപ്പോ അവിടെ വന്ന് കണ്ടോളൻസിൽ പറഞ്ഞത് എന്ന് കൂടെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് പറയണം. ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. ആ വികസനത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഡിബേറ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അതിന് തയ്യാറുണ്ടോ എന്ന വെല്ലുവിളിയുമായി ശ്രീ രാജീവ് ചന്ദ്രശേഖർ, ബിജെപിയുടെ സമാരാധന്യായ സംസ്ഥാന അധ്യക്ഷൻ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിനോട് പ്രതികരിക്കാൻ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ LDFോ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ UDFോ നാളിതുവരെ തയ്യാറായിട്ടില്ല. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഇവിടെ വർഗീയത പറയുന്നതും മത ഭീകരത ഉണ്ട് എന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നതും സമുദായങ്ങളെ തമ്മിൽ അടിപ്പിക്കാൻ ശ്രമിക്കുന്നതും എല്ലാം ഈ രണ്ടു കൂട്ടരാണ്. ഈ രണ്ടു കൂട്ടർ ഇത്തവണത്തെ നറേറ്റീവ് സൃഷ്ടിച്ചിരിക്കുന്നത് വർഗീയത പറഞ്ഞ് അധികാരത്തിലെത്തുവാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാം. പോയി ചത്തുടടാ. ഉദാഹരണങ്ങൾ പറയാം. നോക്കൂ, ഇവിടെ VD സതീശൻ, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രബലമായിട്ടുള്ള ഒരു പിന്നോക്ക സമുദായത്തിന്റെ നേതാവിനെ പോയി വിമർശിച്ച വേദി ഏതാണ്? അദ്ദേഹം പോയി വിമർശനം ഉന്നയിച്ചത് കാന്തപുരം മുസ്ലിയാരുടെ വേദിയിൽ പോയിട്ടാണ്. കാറിൽ കയറ്റി കൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ വർഗീയ നിലപാടുകൾ തിരിച്ചറിയാൻ സാധിക്കണം എന്ന് പറയുമ്പോൾ കാറിന്റെ ഡ്രൈവറെയോ കാറിൽ ഇരുന്ന പിണറായി വിജയനോ അല്ല വിമർശിച്ചത് ആദരണീയനായിട്ടുള്ള SNDP യോഗം ജനറൽ സെക്രട്ടറിയെ ആണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ പറയണമെന്നില്ല, കാര്യം നമുക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത്, അവിടെ ആ വേദിയിൽ 1 മണിക്കൂർ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചു പോയി. അദ്ദേഹം ഈ പറയുന്ന പല കലാപങ്ങളുടെ പശ്ചാത്തലം ചൂണ്ടിക്കാണിച്ചു, പള്ളിക്ക് കാവൽ എന്ന ചരിത്രം പറഞ്ഞു, സഖാക്കൾ കാവൽ എന്ന ചരിത്രം പറഞ്ഞു. അങ്ങനെ എന്റെ കൊച്ചേട്ട നിങ്ങൾക്കും കൂടിയോ? 4 ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാ. ഇങ്ങനെ ഇവിടെ ശരിക്കും കേൾക്കുന്നവന് മനസ്സിലായത് ഉന്നം വെച്ചത് പിണറായിയാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായും അതിനകത്ത് വെള്ളാപ്പള്ളി നടേശനാണ് അവിടെ കഥാപാത്രമായി വന്നത് എന്നത് മാത്രം. SNDPയോ NSSോ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ഏതെങ്കിലും മറ്റു അങ്ങ് പറഞ്ഞതുപോലെ മറ്റു സമുദായ സംഘടനാ നേതാക്കന്മാരെ നിശ്ചിതമായിട്ട് അങ്ങ് വിമർശിക്കുക, അത് ശരിയാണെന്ന് റാഷിദിന് പറയാൻ സാധിക്കുമോ? അപ്പൊ വർഗീയത പറഞ്ഞ് വോട്ട് നേടാനാണ് ഇവർ ശ്രമിക്കുന്നത്. കാരണം ഇവർക്ക് രണ്ടുപേർക്കും ഒന്നും പറയാനില്ല. അപ്പുറത്ത് നിൽക്കുന്ന സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാണോ? AK ബാലന്റെ സ്റ്റേറ്റ്മെന്റ് റാഷിദ് തന്നെ എത്ര ദിവസം ചർച്ച ചെയ്തിട്ടുണ്ട്? എത്രയോ ദിവസം വിവിധ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളൊന്നുമല്ല. അങ്ങനെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവിന്റെ പട്ടമൊന്നും LDFോ അല്ലെങ്കിൽ CPMോ എടുക്കാൻ ശ്രമിക്കണ്ട. നമ്മൾ പഴയ കാലത്തേക്ക് ചരിത്രം പരിശോധിക്കാൻ തയ്യാറായാൽ ഇവിടെ ഏറ്റവും കൂടുതൽ വർഗീയ കലാപം ഉണ്ടാക്കാനായിട്ട് വെടിമരുന്ന് തയ്യാറാക്കിയത് CPM തന്നെയാണ്. ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ അടുത്ത സമയത്ത് വായിച്ചതാണ് സിബി മാത്യൂസിന്റെ മുൻ DGPയുടെ നിർഭയം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബയോഗ്രഫിയിൽ 122ാമത്തെ പേജിൽ 88-ല് കണാരൻ MLAക്ക് നേരെയുണ്ടായ ഒരു സംഭവത്തെ തുടർന്ന് 8 മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു സംഭവം അദ്ദേഹം വിവരിക്കുന്നുണ്ട് വളരെ ഭംഗിയായിട്ട്. നന്നായിട്ടുണ്ട്. അതുകൊണ്ട് CPM സമാധാനത്തിന്റെ വെള്ളരിപ്രാവളൊന്നും ആകാൻ ശ്രമിക്കേണ്ട. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങി ജയിച്ചിട്ടുള്ളവർ തന്നെയാണ് CPM. ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കിയവർ തന്നെയാണ് CPM. അപ്പൊ തട്ടിപ്പാണല്ലേ? ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? ഇപ്പോ ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിനൊപ്പം പോയപ്പോ നിങ്ങൾക്ക് ഓഹോ ആയി, നിങ്ങൾക്കൊപ്പം വന്നു കഴിഞ്ഞാൽ ആഹായാകും. അതുകൊണ്ട് നിങ്ങളുടെ നിലപാടൊക്കെ ജനങ്ങൾക്കറിയാം. പിന്നെ വിശ്വാസികളുടെ വോട്ട്, വിശ്വാസ സമൂഹത്തിന്റെ വോട്ടിന്റെ 1% CPMന് കിട്ടുമെന്ന് CPMന്റെ നേതാക്കന്മാരോ പ്രതിനിധികളെ ചിന്തിക്കുന്നുണ്ടോ? 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് അകത്ത് കിടക്കുകയാണ്. കയ്യിന്ന് പോയടാ ചാർലി. ഒരാള് ജില്ലാ കമ്മിറ്റിയായിട്ട് അംഗമായിട്ട് ഇപ്പോഴും തുടരുകയാണ്. ഒരാള് എന്റെ നമ്പർ എപ്പോ വരുമെന്ന് ചോദിച്ചുകൊണ്ട് പ്രശാന്ത് പുറത്തു നിൽക്കുകയാണ്. കടകംപള്ളി സുരേന്ദ്രൻ തന്റെ നമ്പർ ഇപ്പോ വരുമോ എന്ന് ഉറങ്ങാത്ത രാത്രികളിൽ സ്വപ്നം കണ്ട് കിടക്ക് നെറ്റി ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസ സമൂഹം CPMന് വോട്ട് ചെയ്യുന്ന എന്തെങ്കിലും പ്രതീക്ഷയുണ്ടെങ്കിൽ ആ പ്രതീക്ഷ നിങ്ങൾക്ക് അസ്ഥാനത്തായി മാറിപ്പോയി എന്ന് 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് ഈ 2 കൂട്ടരും റാഷിദെ ഇവിടെ വർഗീയത പറഞ്ഞ് മതങ്ങളെ തമ്മിൽ ധരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി തങ്ങളുടെ കഴിവുകേടുകൾ മറച്ചുവെച്ച് ഇവിടെ അധികാര രാഷ്ട്രീയം എന്ന അപ്പകഷ്ണത്തിന് വേണ്ടിയിട്ട് ഇവിടെ കോപ്പ് കൂട്ടുകയാണ്. BJP ഇവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സബ്കാ സാത്ത് സബ്കാ വികാസ് ആണ്.
ഇന്ന് ശ്രീ സുകുമാരൻ നായർ തൃശൂരിന്റെ കാര്യമൊക്കെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. താങ്കൾ അത് കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി അതൊന്ന് കേൾക്കാം. തൃശ്ശൂർ പിടിച്ച പോലെ NSS ഒന്നും പിടിക്കാനൊക്കത്തില്ല. അവസാനം പറഞ്ഞ വാചകമാണ് ജിതിൻ ദേവ്, തൃശൂർ പിടിച്ച പോലെ NSSനെ പിടിക്കാം എന്ന് കരുതേണ്ട എന്ന്. എന്തൊരു ചൊറിച്ചില്. അല്ല, അദ്ദേഹം തിരുവനന്തപുരത്തെ പറ്റി പറഞ്ഞൊരു വാചകം കൂടെ റാഷിദ് കേട്ടില്ലേ? റാഷിദ് എന്താണ് ചില ഭാഗങ്ങൾ മാത്രം കേൾക്കുകയും ചില ഭാഗങ്ങൾ കേൾക്കാതിരിക്കുകയും ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം പൂർണ്ണമായിട്ട് റാഷിദ് കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അദ്ദേഹം തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം, ഞാൻ പറഞ്ഞില്ലേ, ഏത് സമുദായ സംഘടനാ നേതാക്കന്മാർക്കും BJPയെ വിമർശിക്കാം. ഈ നാട്ടിലെ റാഷിദ് ഉൾപ്പെടെയുള്ള ഏത് ജനങ്ങൾക്കും 140 കോടി ജനങ്ങൾക്കും BJPയെ വിമർശിക്കാം. ഞങ്ങളെ വിമർശിച്ചെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുലംകുത്തിയെന്നും നികൃഷ്ടജീവിയെന്നൊന്നും ഞങ്ങൾ വിളിക്കില്ല. അടിപൊളി. ഞങ്ങളെ ആർക്കും വിമർശിക്കാം, ഞങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം. അവിടെ ശ്രീ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഒരു ബജറ്റ് സമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് അനുവാദമില്ലാതാണ് അദ്ദേഹം വന്നത്. അത് ഫെയർ അല്ലാതെ ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ശരി, ഞാൻ തിരികെ പോകുന്നു, ഞാൻ പിന്നീട് ഒരിക്കൽ വരാം എന്ന് പറഞ്ഞു പോയി. ആ ഒരു ഇൻസിഡന്റ് അദ്ദേഹം കോട്ട് ചെയ്തു. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്ത് ജനങ്ങൾ BJP വരണമെന്ന് ആഗ്രഹിച്ചതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടുന്ന ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തെടുത്ത് കേൾപ്പിക്കുന്ന നിലപാട് ശരിയല്ല. നിങ്ങൾ പറയൂ, ഞങ്ങൾ കേൾക്കാം. 3 പേരിൽ കൂടുതൽ പോകരുത്. പറയാനുള്ളത് മുഴുവൻ കേൾക്കണം. എതിർത്ത് പറയരുത്. എതിർത്ത് പറഞ്ഞാലും ഒന്നും മിണ്ടരുത്. ഈ ഡയലോഗ് വീടിനകത്ത് കയറി സംസാരിക്കണം, പുറത്തിറങ്ങി സംസാരിക്കരുത്. ആരെങ്കിലും ഉറക്ക ചീത്ത വിളിക്കുന്നത് പുറത്തിരിക്കുന്ന സഖാക്കന്മാരോ ജനങ്ങളോ കേട്ടാൽ അത് കുഴപ്പമാണ്. ലേലുവല്ലു ലേലുവല്ലു ലേലുവല്ലു. എന്തിനാണ് ഇത് പറഞ്ഞുകൊണ്ട് ഇപ്പൊ വീടുകളിൽ തുടങ്ങിയിരിക്കുന്നത്? ഞങ്ങളുടെ അടുത്തൊക്കെ വീടുകളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസ സമൂഹത്തിന്റെ വോട്ടിന്റെ മൊത്തക്കച്ചവടം പറയുമ്പോൾ വല്ലപ്പോഴും പത്മകുമാറിനെയും വാസു സാറിനെയും കണ്ട് ജയിലിൽ പോയിട്ട് ചായ വാങ്ങിച്ചു കൊടുക്കാനുള്ള സമയം കഴിഞ്ഞാൽ സജീഷ് വന്നിരുന്നാൽ അത് മാത്രമല്ല, പി പരമേശ്വരൻ മരിച്ചപ്പോൾ പി പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ ആരാ? ഗാന്ധി വധത്തെ തുടർന്ന് പ്രതിഷേധിച്ചതിനെ തുടർന്ന് കേരളത്തിൽ ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളിൽ ഒരാളാ. രണ്ടാമത്തെ കാര്യം സംഘപരിവാർ ഭീകരതയ്ക്കെതിരെ പോരാടി ഏറ്റവും അവസാനം നടന്ന മുംബൈ കോർപ്പറേഷനിൽ എത്രയുണ്ടെന്ന് അറിയാം? ഇന്നലെ മുളച്ച ചില തകരകൾക്ക് പി പരമേശ്വരൻ അറിയത്തില്ലായിരിക്കും. പക്ഷേ ഇതൊക്കെ പറയുമ്പോ ആ രമേശ് ചെന്നിത്തലയും മറ്റു നേതാക്കന്മാരും, ഉമ്മൻചാണ്ടി ജീവനോടെ ഇല്ല, അദ്ദേഹവും എന്താണ് പരമേശ്വരജി മരിച്ചപ്പോ അവിടെ വന്ന് കണ്ടോളൻസിൽ പറഞ്ഞത് എന്ന് കൂടെ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുള്ള പറയണം. അതുകൊണ്ട് ചർച്ച കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ബഹുമാനപ്പെട്ട സുഹൃത്ത് അനൂപ് രമേശ് ചെന്നിത്തലയെ വിളിച്ച് ചോദിക്കണം ആരായിരുന്നു പി പരമേശ്വരൻ എന്നും അദ്ദേഹത്തിന്റെ സംഭാവനകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം. അതുകൊണ്ട് വെറുതെ വന്നിരുന്ന് സംഘപരിവാർ ഫാസിസം എന്നൊക്കെ പറയുമ്പോൾ വെറുതെ വന്നിരുന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഈ സമൂഹത്തിന് നല്ലത് ചെയ്ത മനുഷ്യരെ കോട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. വയസ്സുകളൊക്കെ തോനായില്ലേ? ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കും. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ നിങ്ങളെ ഒറ്റപ്പെടുത്തും, നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിടത്തില്ല. അതുകൊണ്ട് പി പരമേശ്വരൻ ആരാണെന്ന് അറിയില്ലെങ്കിൽ ബഹുമാനപ്പെട്ട അനൂപ് ചെയ്യേണ്ടത് അത് അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കുക. കൂടുതൽ ആരെയും വിളിക്കണ്ട, ആ രമേശ് ചെന്നിത്തലയെ വിളിച്ചാൽ മതി. നിങ്ങൾ ഇതിനെല്ലാം ഒത്താശ ചെയ്തവരാണ്. ശബരിമല ഉൾപ്പെടെയുള്ള കൊള്ളയിൽ നിങ്ങൾ കൂട്ടുപ്രതികളാണ്. സമൂഹത്തിന് മുന്നിൽ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുകയാണ് നിങ്ങൾ. അപ്പോ വോട്ടിന് വേണ്ടി വർഗീയത മിണ്ടാതിരിക്കോ? എന്റെ സമയമാണെന്നേ. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. വർഗീയത പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ശരി ശരി, ഇനി അനൂപ് 30 സെക്കൻഡ് പറഞ്ഞ് നോക്കുകയാണ്. മതമാണ് പ്രശ്നം. കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കരുതി വെച്ചോളൂ. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? നിങ്ങളുടെ മതേതരത്തിന്റെ അളവുകോല് വർഗീയതയാണ്, കപടതയാണ്. നിങ്ങളുടെ മതേതരത്തിന്റെ അളവുകോല് അതുകൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ ആയിട്ടില്ല എന്ന് നിങ്ങളെ ബഹുമാനം. 30 സെക്കൻഡ് അല്ല ജിതിൻ, ശരി ശരി. എവിടുന്ന് വന്നടാ ഇവനൊക്കെ? എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല. താൻ എന്നെ കയറി പ്രേമിക്കാനൊന്നും വരണ്ട. ഇവനെന്താ വല്ല വട്ടുണ്ടോ? ശരി ശരി, എന്റെ സമയം പൂർണ്ണമാവുകയാണ്. ഞാൻ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. നാളെ മടങ്ങി വരാം ഇതേ സമയം. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ?
മാമനോടൊന്നും തോന്നല്ലേ